മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പി.ടി. കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരിയായ ആശ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു, മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു, ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നതെന്നും ആശ ആച്ചി ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആശ. മുഖ്യമന്ത്രിയെ ആദ്യം ഇത് അറിയിക്കുന്നു, അതിനുശേഷം അവിടെ നിന്നാണ് ഈ നടപടികളുടെ തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ആക്ഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ? വീഴ്ച എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്വം നടത്തുന്നതിലുള്ള തകരാറ് എന്ന് പറയുന്നതായിരിക്കും നല്ല. കാരണം ഉത്തരവാദിത്വം അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലല്ലോ അവർ. ഉത്തരവാദിത്വം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ 4 മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കോപ്പി വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാതും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കാരണം കേരളം വളരെ നന്നായി ഗവേണൻസ് നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് താനും. അപ്പോൾ ഇതിന് ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള രീതിയിൽ? അത് പോലീസ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന പോലീസുകാരികളൊന്നും ഒരു രീതിയിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവർ വളരെ സഭ്യമായ രീതിയിൽ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം എന്താ പറയുക, എമ്പതിയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ട്രെയിനിങ് വളരെ മെച്ചമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ട്രെയിനിങ് അവിടെ ഒതുക്കി നിൽക്കുന്നു. സിസ്റ്റം മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സിറ്റിസൺ ഇതുപോലെ ഒരു ക്രിമിനൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് സുവോ മോട്ടോ ആയിട്ട് കേസെടുക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. എല്ലാ സിസ്റ്റംസും, അതായത് പോലീസ്, നീതിന്യായ കോടതികൾ, ഇതെല്ലാതും പെരുമാറുന്നതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് വിക്ടിമിനെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ പോലും താങ്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇതറിയിക്കാൻ തീർച്ചപ്പെടുത്തുകയാണല്ലോ. നമുക്കറിയാം, മറ്റൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കപ്പിൽ എഴുതിയ വാചകം പോലും കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവൾക്കൊപ്പം എന്ന മെസ്സേജ് കൊടുക്കുന്ന പല വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമാണോ ആദ്യം മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലയിലേക്ക് താങ്കളെ എത്തിച്ചത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം WCC തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം വളരെ എംപത്തറ്റിക്കായിട്ട് സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള മുൻകൈയെടുക്കുകയും അതേ വർഷം തന്നെ, അതായത് ഞങ്ങൾ മെയ്യിൽ കാണുന്നു, പിന്നെ ജൂണിൽ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ബാക്കി ഉള്ളത് ചരിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വളരെ മതിപ്പുള്ള ഒരാളുമാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുക്കുകയും കാര്യങ്ങളെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തിനകം എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ
വളരെ വളരെ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുവരെ യഥാർത്ഥത്തിൽ ഞാൻ എന്തോ സംഭവിക്കാനിരിക്കുന്നു, ഇനിയും എന്തോ സംഭവിക്കും. പ്രധാനമായിട്ടും ഈ എഗൈൻ ബാക്ക് ടു ദ പോഷ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഔദ്യോഗികമായുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം, പക്ഷെ ഒരു രീതിയിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷനും അതിൽ നടന്നില്ല. എന്നോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, വാക്കാലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം IFFKയിൽ വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വരണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് IFFKയുടെ ബുക്കിലുണ്ടാവില്ല. പക്ഷേ നിയമത്തിനോടനുസരിച്ച് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഒഫീഷ്യലായ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളൊരു കത്തെഴുതുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ മറുപടി ആക്ഷനായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്നു അത് നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായില്ല.